ലിയോനാർഡോ ഡാവിഞ്ചി ചിത്രകലയിലും ശില്പകലയിലും എഞ്ചിനീയറിംഗിലും ശാസ്ത്രത്തിലുമൊക്കെയുള്ള പാടവവും അപാരമായ ചിന്താശക്തിയും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാപ്രതിഭ. ഡാവിഞ്ചി ചെയ്ത പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് മൊണാലിസ. ലോകത്ത് തന്നെ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന പെയിന്റിംഗ്. മൊണാലിസയുമായി ബന്ധപ്പെട്ട നിഗൂഢതകളും നിഗൂഢവാദ സിദ്ധാന്തങ്ങളുമൊക്കെ വളരെ പ്രശസ്തമാണ്. ഇക്കൂട്ടത്തിൽ വളരെ പ്രമുഖമായ ഒരു സിദ്ധാന്തമാണ് മൊണാലിസ ഡാവിഞ്ചി തന്നെയാണെന്നുള്ളത്. ഇറ്റാലിയൻ വനിതയായ ലിസ ഗെറാർഡിനിയാണ് മൊണാലിസയ്ക്ക് അടിസ്ഥാനമായ മോഡലെന്നാണ് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ചിലർ മൊണാലിസ ഡാവിഞ്ചിയെ തന്നെ സ്ത്രീരൂപത്തിൽ വരച്ചതാണെന്ന് സംശയിക്കുന്നു. കമ്പ്യൂട്ടർ സിമുലേഷനും മറ്റ് നൂതന മാർഗങ്ങളും ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ വളരെയേറെ ശ്രമങ്ങൾ നടന്നിരുന്നു. മൊണാലിസയും ഡാവിഞ്ചി സ്വയം വരച്ച തൻ്റെ ചിത്രവും താരതമ്യപ്പെടുത്തി പഠനങ്ങൾ നടന്നു. എന്നാൽ ഈ വാദത്തിൽ സമഗ്രമായ സ്ഥിരീകരണം ഇതുവരെ നടന്നിട്ടില്ല. തൻ്റെ അമ്മയുടെ പുഞ്ചിരി അടിസ്ഥാനപ്പെടുത്തിയാണ് ഡാവിഞ്ചി വരച്ചതെന്ന് മറ്റൊരു ഗൂഢവാദവുമുണ്ട്. മൊണാലിസയുമായി ബന്ധപ്പെട്ട് വലിയൊരു മോഷണത്തിൻ്റെ കഥയുമുണ്ട്. 114 വർഷങ്ങൾക്ക് മുൻപ് പാരീസിലെ സെയിൻ നദിക്കരയിലുള്ള ലൂവർ മ്യൂസിയത്തിലാണ് മൊണാലിസ സൂക്ഷിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമായ ലൂവറിൽ ചരിത്രാതീതമായ കാലം മുതലുള്ള 40,000-ഓളം കലാവസ്തുക്കളും നിരവധി പെയിൻറ്റിങ്ങുകളും ഉണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു മൊണാലിസ. ഡാവിഞ്ചി വരച്ചതെന്നതിനപ്പുറം വലിയ ശ്രദ്ധയൊന്നും അവകാശപ്പെടാനില്ലാത്ത പെയിൻറ്റിംഗ്. അക്കാലത്താണ് ഇറ്റലിക്കാരനായ വിൻസെൻസോ പെറൂഗിയയെ ലൂവറിൽ ജീവനക്കാരനായി നിയമിക്കുന്നത്. മ്യൂസിയത്തിലെ പെയിൻറ്റിങ്ങുകൾക്ക് ഗ്ലാസിൽ നിർമ്മിച്ച സംരക്ഷണപാളിയൊരുക്കുകയായിരുന്നു പെറൂഗിയയുടെ ജോലി. വന്ന നാൾ മുതൽ തന്നെ പെറൂഗിയ മൊണാലിസയെ നോട്ടമിട്ടു. ഒരു ദിവസം ജോലി കഴിഞ്ഞു പോകാതെ പെറൂഗിയ ലൂവർ മ്യൂസിയത്തിൽ ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ പുറത്തിറങ്ങി പെയിൻറ്റിംഗ് കവർന്നെടുത്തു. വിദഗ്ധമായി അത് വസ്ത്രത്തിൽ ഒളിപ്പിച്ച ശേഷം പെറൂഗിയ മ്യൂസിയത്തിൽ നിന്നും കടന്നു കളഞ്ഞു. അക്കാലത്ത് ഇന്നത്തെ പോലെ അലാമുകളോ CCTVകളോ ഉണ്ടായിരുന്നില്ല. കാവൽക്കാരുടെ എണ്ണവും നന്നേ കുറവായിരുന്നു. അതിനാൽ കള്ളൻ പിടിക്കപ്പെട്ടില്ല. പിന്നെയും ഒരു ദിവസം കഴിഞ്ഞാണ് ലൂവർ അധികൃതർ മൊണാലിസ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. താമസിയാതെ വാർത്ത പുറം ലോകമറിഞ്ഞു. രാജ്യഭേദമില്ലാതെ രാജ്യാന്തര പത്രങ്ങളും യൂറോപ്യൻ മാധ്യമങ്ങളും വാർത്ത ഒന്നാം പേജിൽ തന്നെ ഗൗരവത്തോടെ അവതരിപ്പിച്ചു. 100ഓളം പത്രങ്ങളുടെ ഒന്നാം പേജിൽ മൊണാലിസ പെയിൻറ്റിംഗ് അച്ചടിച്ചു വന്നു. ഒരു കാലത്ത് പെയിൻറ്റിംഗ് ഇരുന്ന ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കാണാനായി ജനസമുദ്രം ലൂവറിലേക്ക് ഒഴുകിയെത്തി. ഫ്രഞ്ച് സർക്കാർ വെറുതെ ഇരുന്നില്ല. പോലീസും ഡിറ്റക്റ്റീവുകളുമടങ്ങിയ വൻ അന്വേഷണ സംഘം മൊണാലിസയെ കണ്ടെത്താൻ അവർ രൂപീകരിച്ചു. 2 വർഷമായിട്ടും ഒന്നും നടന്നില്ല. പാരീസിലെ പോലീസ് അധികൃതർ നാണക്കേടിനാൽ സ്വന്തം സ്ഥാനം രാജിവെച്ചു. 2 വർഷത്തോളം പെറൂഗിയ പെയിൻറ്റിംഗ് പുറത്തെടുത്തില്ല. പാരീസിലെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെ ട്രങ്ക് പെട്ടിയിൽ അയാൾ മൊണാലിസയുടെ പെയിൻറ്റിംഗ് ഒളിപ്പിച്ചു വെച്ചു. 2 വർഷം പിന്നിട്ടതോടെ പെയിൻറ്റിംഗ് വിൽക്കാൻ പെറൂഗിയ ധൈര്യം സംഭരിച്ചു. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലുള്ള ഉഫീസി ഗാലറിയുടെ ഡയറക്ടറെ വിൽപ്പനയ്ക്കായി അയാൾ സമീപിച്ചു. സംശയം തോന്നിയ ഡയറക്ടർ പെയിൻറ്റിംഗ് പരിശോധിക്കുകയും പുറകിലുള്ള സീലുകളിൽ നിന്ന് ഇത് ലൂവർ മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയ പെയിൻറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തീർച്ചയായും പെയിൻറ്റിംഗ് താൻ വാങ്ങുമെന്ന് ഉറപ്പുകൊടുത്തു. തന്ത്രത്തിൽ പെറൂഗിയെ മടക്കിവിട്ട ഡയറക്ടർ വിവരം അധികാരികളെ അറിയിച്ചു. താമസിയാതെ പെറൂഗിയും മൊണാലിസ പെയിൻറ്റിങ്ങും പോലീസ് കസ്റ്റഡിയിലായി. 1913 അത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു കൊള്ളയ്ക്ക് അതോടെ തിരശീല വീണു. മൊണാലിസ ലോക പ്രശസ്തമായതിനു പിന്നിൽ ഈ സംഭവത്തിന് നല്ലൊരു പങ്കുണ്ട്.